ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ತಾಲಾ വബറകാതുഹു. 2 നാൾ മുന്നൊരു വാട്സാപ്പിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അതായത് തറാവി നിസ്കാരത്തിൽ മക്ക കളിക്കിടത്. ಇದಕ್ಕೆಲ್ಲ ಮೂಲ ಕಾರಣ ಎಂದ್ರೆ ಇದ್ರೆ അങ്ങനെ നമുക്ക് ശരിയാക്കുക എന്നുള്ളത്. ഒന്നാമതായി ചൊല്ലേ ಇದಕ್ಕೆಲ್ಲ ಮೂಲ ಕಾರಣ ബലിയങ്ങ തന്നെയായിട്ട്. ഇനി 25 മക്ക എന്നെങ്കിൽ 25 മക്കം കളിക്കില്ല. അതിൽ 1-2 മക്കായിട്ട് കളിക്കുന്നത് കൂടുതലായിട്ട് കണ്ടേ. പിന്നെ ഇത് മുന്നോട്ട്, അതായത് ഇപ്പൊ ഇത് ഈ വർഷത്തിലായതൊന്നുമല്ല. അത് കാരണം ഈ ബലിയങ്ങെല്ലാം മുന്നോട്ട് ചെരിയുന്നിട്ടേ ബലിയായേക്കാം. അപ്പൊ മുന്നോലെ ഇത് ഉള്ള ഒന്നായിട്ട് എന്നാൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകണിട്ടോ അതൊക്കെ സപ്പോർട്ടാക്കിയിട്ടോ അതൊന്നും പലക്കറിയിടല്ല. പക്ഷെ ഇതിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ಇದಕ್ಕೆ എങ്ങനെ ഒരു പരിഹാരം കാണാം? ഒന്നും. പിന്നെ ಇದಕ್ಕೆಲ್ಲ ಮೂಲ ಕಾರಣ ನಾ ಚೊಲ್ಲ ಇದಕ್ಕೆ ಮೂಲ ಕಾರಣ ബലിയങ്ങ. അങ്ങനെ ചൊല്ലുള്ള കാരണം എന്തേറ്റെങ്കിലും ഇപ്പൊ മക്കളെ നിസ്കാരത്തെ സംബന്ധിച്ച് മക്ക കളിക്കെടുത്ത് അങ്ങനെ ഇങ്ങനെ കാണുമ്പോ ഈ ചൊല്ലണങ്ങ അല്ലെങ്കിൽ അതൊരു വീഡിയോ ആക്കിറങ്ങണങ്ങ. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ആക്കിട നമുക്ക് നിസ്കാരമില്ല. ഇപ്പൊ നിസ്കരിക്കാണ്ടായിട്ട് വീഡിയോ ആക്കിയത്. അപ്പൊ ഞങ്ങളെ നിസ്കാരത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധ ഞങ്ങൾക്ക് വന്നത്? ഇനിയിപ്പോ മക്കൾ നിസ്കാരം വിളിക്കട്ടെ, ഞങ്ങളെ നിസ്കാരം നോക്കുക. നമുക്ക് സാധാരണ യാറത്തെ പള്ളിയിലും കണ്ടത് ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന ഈ തറാവി നിസ്കാരം. ഈ തറാവി നിസ്കാരത്തിൽ യാറത്തുർ ഇമാം സലാം വീട്ടോനെ സ്വല്ലു അലാ സയ്യിദന മുഹമ്മദ് ചൊന്നിട്ടേത്ത്. എന്നാൽ അങ്ങനെ ചൊന്നെങ്കിലേ ആ ഉസ്താദ് അവിടെ പള്ളിയിൽ മദിനായിട്ട് അയാൾക്ക് നിൽക്കാം. ഇല്ലെങ്കിൽ നിസ്കാരം ലേട്ടായിട്ട് നിസ്കാരാവില്ല അയാളാവലെ. അപ്പോ ഇയാൾ എപ്പ സലാം വീട്ടു? ഈ സല്ലു അലാ സയ്യിദന മുഹമ്മദ് ഇമാം സലാം വീട്ടിയെങ്കിൽ ചൊല്ലാല് അതിൽ എപ്പ സലാം വീട്ടു? ഇമാമിടെ എന്റെ മുന്നൽ സലാം വീട്ടിയെങ്കിൽ നിസ്കാര ബാത്തിലല്ലേ? അല്ല അയാളെ പോട്ട് ചില തെരഞ്ഞാൾമാരെല്ലാം എന്താക്കാറ്, അവിടെ എന്തെങ്കിലും ഒരു വൃക്ഷപ്പടകുള്ള തീർന്നു നോക്കിയിട്ട് ആക്കട. എന്നാ ഞങ്ങൾക്കൂടെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് ഒരു 10 സെക്കൻഡ് ഈ 6 ടൈം പോകും. അത്രയല്ലേ? ഇമാം 2 സലാം വീട്ടിൽ പിന്നെയല്ലേ മമ്മൂമിങ്ങ സലാം വീട്ടേണ്ടത്. ഇത് ഇമാമിടെ മുന്നൊരു ബലിയങ്ങമ്മേ സലാം വീട്ടത്, ഇമാമിടെ മുന്നൊരു റുക്കൂ സുജൂദ് കൊണ്ടത്. അപ്പൊ ഈ തറാവി നിസ്കാരത്തൊരു മഹത്വം കൽപ്പിക്കാണ്ട് അത് എരിയോറാക്കാത്തും 25 മിനിറ്റിലോ 30 മിനിറ്റിലോ തീർക്കണമെന്ന് ഒട്രാസ് കുത്ത മറിഞ്ഞിട്ട് ബലിയങ്ങമ്മേ നിസ്കരിക്കരുത്. പിന്നെ മക്ക എങ്ങനെ നല്ല അവിടെ മക്ക അങ്ങനെ നിസ്കാരത്തെ മഹത്വം മനസ്സിലാക്കരുത്. മക്ക ഞങ്ങൾ ഇപ്പൊ അതൊക്കെ ആ നിസ്കാരത്തിന് ഒരു ബഹുമാനവും ഒരു ബലയും കൊടുത്തിട്ട് ശരിയായി ഞങ്ങൾ നിസ്കരിക്കണം കണ്ടെങ്കിൽ ಖಂಡಿತ ഞങ്ങളെ മക്കവും അതിരെ പർവ്വത്ത് കൂടുന്നത്. കാരണം ഈ കണ്ടു പഠിക്കുന്നതായിട്ട് കൂടുതൽ ഫലപ്രദം അവിടെ. അപ്പോ ഇപ്പൊ മക്കളെല്ലാം എന്ത് ഇപ്പൊ ഫർദ് ബാക്കിയുള്ള ഫർദ് നിസ്കരിക്കുമ്പോഴത്തേ വജ്ജാത്തും ഓതില്ല സൂറത്തും ഓതില്ല. ഒട്രാസിന് 4 റക്അത്ത് കുത്ത പറഞ്ഞിട്ട് പോണ്ടേ. ഇത് തറാവി അല്ലാത്ത ഫർദ് നിസ്കാര അങ്ങ് സിംഗിൾ ആയിട്ട് നിസ്കരിക്കുമ്പോൾ എന്തത് കാരണം? അങ്ങനെ നിസ്കരിച്ചെങ്കിൽ മെയ്യെന്ന് തറാവി നിസ്കാരത്തിൽ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്. അല്ലാണ്ട് അത് ഉസ്താദ്മാർ പഠിപ്പാടി കൊടുത്തതൊന്നും അല്ല, കണ്ട് മനസ്സിലാക്കിയതായിട്ടിട്ട്. അപ്പൊ ഞങ്ങളെ മക്കൾ നിസ്കാരം എന്തുകൊണ്ട് അങ്ങനെ അവിടെ കേട്ടെങ്കിൽ ഞങ്ങൾ ആ നിസ്കാരത്തിൽ ഒരു ബഹുമാനവും വിലയും കൽപ്പിക്കാത്തത് കൊണ്ടായിട്ടിട്ട്. അല്ല എത്ര പക്കുണ്ട് ഏനാ അവിടെ ഇമാം സലാം വീട്ടനെ ഇവിടെ ചൊന്നിട്ടാവണം. ഞാൻ ഞങ്ങൾക്ക് 2 സലാം വീട്ടിടത്തോളം ഞങ്ങൾക്ക് പുറസത്തില്ല. എന്നെ റുക്കു സുജൂദ് തെല്ല് ലേട്ടാവണേ എണീച്ച് നിന്നിട്ടായിട്ട് ഇമാമിടെ മുന്നൽ റുക്കു പണ്ടങ്ങുള്ളവർ, ഇമാമിടെ മുന്നൽ എണിക്കിടങ്ങുള്ളവർ. അപ്പൊ ഇത്രക്കും ഇമാം പിന്നെ ഞങ്ങൾക്ക് ഇമാം എന്തിരേക്ക് ഇമാമിടെ പിറവത്തെ പോണുകല്ലേ. അപ്പൊ ഇത്രക്കും സ്പീഡാക്കി ഞങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ ആയിട്ടിട്ട് ഞങ്ങളെ മക്കൾക്ക് അതൊരു കലിയായിട്ട് കണ്ടേ. നമ്മ അതൊരു ബഹുമാനത്തോടു കൂടെ വിലയോട് കൂടെ നിസ്കരിക്കാൻ കണ്ടെങ്കിൽ ഞങ്ങളെ മക്ക അങ്ങനെ ആവണത്. അങ്ങനെ ആ തറാവിയിൽ മാത്രമല്ല ബാക്കി നിസ്കാരം മക്കത് ശരിയാവുന്നത്. എന്തുകൊണ്ട് അല്ല ഇപ്പൊ യാറത്തെ ഞങ്ങൾ നോക്കാൻ കണ്ടെങ്കിൽ കാണ്ടെങ്ങനെ ആയിട്ടിട്ട് 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ എല്ലാം +2 പഠിച്ച മക്ക ഫർദ് നിസ്കരിക്കുമ്പോൾ തന്നെ പൊട്ടെന്ന് ഒരു 2 മിനിറ്റ് 4 റക്അത്തും തീർത്തു പോണ്ടെങ്കിൽ അവസ്ഥ അല്ല. എന്തുകൊണ്ടത് അങ്ങനെ കാണുന്നത്? യാറത്തതിലും അങ്ങനെ എന്തായിട്ടെങ്കിൽ അങ്ങനെ നിസ്കരിച്ചെങ്കിൽ മെയ്യെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഞങ്ങൾ തന്നെ ആയിട്ടിക്കണം. ഞങ്ങളെ തറാവി നിസ്കാരം ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തറാവി നിസ്കാരം 20 മിനിറ്റിലോ അല്ല 1/2 ಗಂಟೆలో തീരണം. ചിലപ്പോഴൊക്കെ നിയമം തന്നെ ആയിട്ടിക്കണേ
ഇത്ര മിനിറ്റ് 8:55 ഇല്ല 7:55 ഇശാ ബാങ്കോട് 8:55 എല്ലാം തീർന്നിട്ടാവണം. 5 മിനിറ്റ് വാലോലി വേണ്ടാകുമ്പോൾ എല്ലാം തീർന്നിട്ടാവണം എന്നുള്ളത്. അങ്ങനെ നിസ്കരിച്ചിലും പിറ്റാണ്ട് ഉസ്താദ് കൂട്ടിയിട്ടില്ലേ. അപ്പൊ ഉസ്താദിനെ പൊട്ടെടുക്കണേ പിന്നെ ഒരു ഉസ്താദ് വന്നെങ്കിൽ ഇതേപോലെ അല്ലേ. അപ്പൊ ഉസ്താദ് ആയത്ര അങ്ങനെ മനസ്സിലാക്കി കൊടുക്ക എന്ന രീതിയിൽ അവിടെ തുടർന്ന് പോണ്ടത്. അപ്പോൾ ഇത് കാരണക്കാരൻ കേട്ടെങ്കിൽ ബലിയന, പിന്നെ ഇത് മക്കളെ ദൂരം നിൽക്കലേ അല്ലെ. അപ്പൊ കാരണക്കാർ ബലിയാണ്. ഇതിലെ സമാക്ക് എങ്ങനെയാന്നുള്ളതാ ജന്നാമത്തെ. സമാക്കൻ അങ്ങ് സമ നിസ്കരിച്ചെങ്കിലേ ഇത് കറക്റ്റായിട്ട് അങ്ങ് നിസ്കരി. ഒരു 5 മിനിറ്റ് കൂടുതലായി പോകും. അത്തരം പിന്നുള്ള പ്രശ്നം ബാലക്കാരും പിന്നെ അങ്ങല്ല നിസ്കരിക്കോ പണ്ടില്ല. അങ്ങക്ക് പേനായിട്ട് ഞങ്ങൾ നിസ്കാരത്തെ ഇങ്ങനെ ആക്കണം. ആൾമാർക്ക് പേനായിട്ട് ഞങ്ങൾ നിസ്കാരത്തെ അങ്ങനെ ആക്കൊണ്ടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ കാലുക്ക് ചെറുപ്പിടുമ്പോ ചെറുപ്പ് ചെറിയെങ്കിൽ കാല് മുറിക്കിടമ്മ, അല്ല കാല് കൊത്തിട്ടുള്ള ചെറുപ്പ് എടുക്കിടമ്മ. അതുപോലെ ഞങ്ങൾ മനുഷ്യന്മാർ അങ്ങനെ ആക്കിടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ദീനിന്റെ അങ്ങനെ ആക്കേണ്ടതല്ല. ഞങ്ങൾ ദീനിൽ നിന്നതുപോലെ ചെയ്യാം. ബറക്ക് തീരാത്തവൻ പറണ്ട, നിസ്കരിക്ക തീരാത്തവൻ പറണ്ട, തിരിയോ നിസ്കരിച്ച നിർബന്ധം അല്ലല്ലോ. അപ്പൊ അങ്ങക്ക് വേണ്ടിയിട്ട് ഞങ്ങമേ നിസ്കാരത്തെ ഇങ്ങനെ ആക്കാൻ കണ്ടെങ്കിൽ പിന്നെ മക്കൾ ദൂരിട്ട് എന്ത് കാര്യമില്ലേ. യഥാർത്ഥത്തിൽ മക്കളല്ല ഈ ഇങ്ങനെ ആവുകയുള്ള കാരണം ബലിയങ്ങ് തന്നെ. ഞങ്ങൾക്ക് ഒരു വലിയൊരു ബഹുമാനം ബലം കൂടി മര്യാദയോട് കൂടി നിസ്കരിച്ചാൽ കണ്ടെങ്കിൽ പിന്നെ മക്കയ്ക്കുമ്പോ അങ്ങ് മക്കായിട്ട് കിടങ്ങ് തക്കലീഫില്ല. അങ്ങ് എല്ലാവരും ചെയ്യുന്നതായിട്ട് ശരിയായിട്ട് ബലിയായിങ്ങ അങ്ങക്ക് തറാവി മുന്നിൽ നിസ്കരിച്ചങ്ങനെ. അപ്പൊ അപ്പത്തെ അവസ്ഥ ഇങ്ങനെ മറന്നു പോയിട്ടിക്കും. ഏതായാലും ഈ വീഡിയോ ആക്കിയിട്ടോ ഫോട്ടോ എടുത്തിട്ടോ വൈറലാക്കരുത്, ഉചിതമല്ല. അതാക്കോ തീറ മക്കളിൽ നിന്നെന്താ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചിട്ട് അങ്ങ് ചൊന്നു കൊടുക്കണം എന്നല്ലാണ്ട് അതായിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത്. ഇന്നങ്ങ് പ്രചാരാക്കിയിട്ടാകുമ്പോ ഇത് ഗൊന്തില്ലാത്ത മക്ക ഇതിലെ പിറവത്തെ ശരിയുള്ളത് അല്ലെ. ഇങ്ങനെ ആക്കുക ആവിടും ഗൊന്തില്ലാത്തെങ്കിൽ മാത്രം കണ്ടിട്ട് അങ്ങനെ ആക്കും ബനായിട്ട് പഠിക്കരുത്. അപ്പൊ ഇത് മുന്നോട്ട് ഞങ്ങൾ ശരിയാക്കുമ്പോ ഇത് കണ്ട് പണ്ട് ഒന്നായിട്ടില്ല. എന്നാൽ ഞങ്ങൾ ശരിയാക്കുമ്പോൾ അങ്ങനെ ആക്കിയിരുന്നു വലിയപ്പോ ഞങ്ങൾ അങ്ങനെ ആക്കിക്കൊണ്ടില്ല. അപ്പൊ ഞങ്ങൾ ശരിയാവണം എന്നുള്ളതായിട്ട് ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ള നല്ലൊരു പരിഹാരം. അള്ളാഹു തആല ഞങ്ങളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഞങ്ങളെ ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.